വർഷത്തെ ഓണാഘോഷ പരിപാടികൾ തുടക്കം കുറിച്ചുകൊണ്ടുള്ള കഴിഞ്ഞ ഒരാഴ്ച കാലമായി നടന്നു വന്ന പരിപാടികൾക്കുള്ള സമാപനം കുറിച്ചുകൊണ്ടുള്ള ഓണാഘോഷമാണ് നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത്. ഒരു മാസക്കാലമായി വളരെയധികം കഷ്ടപ്പെട്ട് കുട്ടികൾ പഠിച്ചെടുത്ത കലാരൂപമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണത്തോടുകൂടി നമ്മളുടെ പ്രോഗ്രാം പൂവേ പുലി ആരംഭിക്കുന്നു. എല്ലാ ചടങ്ങിനും പോലെ ആദ്യമായി ഈശ്വർ പ്രാർത്ഥനയോടുകൂടി നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. ഈശ്വർ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് വേണ്ടി ആര്യയെ ക്ഷണിച്ചുകൊള്ളുന്നു. सहना फवदु सहनौ फुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै. ॐ शान्ति शान्ति शान्तिः. അടുത്തതായി SLC +2 വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും കഴിഞ്ഞ 5 വർഷക്കാലം നമ്മളെ കൗൺസിലായി ഇവിടെ സേവനം അനുഷ്ഠിച്ച വിജയകുമാരി മാഡത്തിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടെയാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ കൗൺസിലർ വിജയകുമാരിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ വാർഡ് കൗൺസിലർ വിജയകുമാരിയെ ഹാർദവുമായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. കമലേശ്വരം വാർഡിന്റെ ഹൃദയത്തുടുപ്പ്, നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി ചെയ്യുന്ന നിസ്വാർത്ഥ സേവനങ്ങൾക്കും അർപ്പണബോധത്തിനും മുന്നിൽ ശ്രീമതി വിജയകുമാരിക്ക് ബലവാൻ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ സ്നേഹാദരം. പൊന്നാട അണിയുന്നത് ബലവാൻ നഗർ റെസിഡൻസിന്റെ പ്രസിഡന്റ് രജനി ബാമ. ഉപഹാരം നൽകുന്നത് സെക്രട്ടറി ശിവചന്ദ്രദാസ്. രണ്ടു വാക്ക് നമ്മോട് അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി കൗൺസിലർ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. കാരണം ഇങ്ങനെ ഒരു റെസിഡൻസിക്കാർ നമുക്ക് എനിക്കെന്നല്ല ഏത് കൗൺസിലറായാലും തന്നെ അവരൊരു നമ്മുടെ കാലാവധിന് മുന്നേ ഒരു അനുമോദനം തരിക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ ബലവാൻ നഗർ റെസിഡൻസി എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ നിന്ന പാർട്ടിയാണ്. എല്ലാ റെസിഡൻസിയേക്കാളും എനിക്ക് കൂടുതൽ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങൾക്കും അതായത് വാർഡിൻ്റെ തലത്തിൽ തന്നെ പല കാര്യങ്ങൾക്ക് എന്നോടൊപ്പം നിന്ന റെസിഡൻസി ഭാരവാഹികളാണ് ഇപ്പം എന്നോടൊപ്പം നിൽക്കുന്നത്. അവരുടെ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഓണാഘോഷ പരിപാടി നടത്തണമെങ്കിൽ, ഇത്രയും മെച്ചപ്പെട്ട രീതിയിൽ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രയത്നം ഒരു 1-2 മാസം മുന്നേ തുടങ്ങിയതായിരിക്കണം. നിങ്ങളുടെ ഓരോരുത്തരെയും, അതായത് കുട്ടികളുടെ കലാപരിപാടികൾ നടത്താനും അതുപോലെ അവരുടെ ഈ ഇപ്പം തന്നെ ക്രിക്കറ്റ്, പിന്നെ ഫുട്ബോൾ, ഇങ്ങനെയൊക്കെ മത്സരങ്ങൾ നടത്തണമെങ്കിൽ ആ കുട്ടികളെ തിരഞ്ഞെടുക്കാനും അവരുടെ കഴിവുകൾ ഏതൊക്കെ കുട്ടികൾക്ക് തന്നെ കഴിവുണ്ടെന്ന് തിരഞ്ഞെടുത്ത് കൊണ്ടുവരാനും അതിനെ നടത്തിപ്പിക്കാനും എല്ലാം സഹായിച്ചാലും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭാരവാഹികളുടെ ഒരു അസൂയാണ് തോന്നുന്നത്. മറ്റുള്ള റെസിഡൻസിക്കാരെ അപേക്ഷിച്ചിട്ട് മറ്റേ താരതമ്യം പാടില്ല എങ്കിൽ തന്നെ ഞാൻ പറയുന്നതാണ്. ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് 5 വർഷം ഞാൻ ഇടപെടുന്നത് കൊണ്ട് എനിക്ക് നല്ലവണ്ണം മനസ്സിലാവും. ഇതിൻ്റെ ഭാരവാഹികളെന്ന് പറയുമ്പോൾ പ്രവീണും ഇവരെല്ലാവരും ഒരാളെന്നല്ല എല്ലാവരും എന്നോടൊപ്പം നിന്ന് നമ്മുടെ പച്ചക്കറി വിതരണത്തിനായാലും മറ്റുള്ള കാര്യത്തിനായാലും അവരോട് പറയുമ്പോൾ അവരെന്നോടൊപ്പം നിന്ന് ആ റെസിഡൻസിയിൽ കൊടുക്കാനും എല്ലാത്തിൻ്റെ രീതിയിലും എന്നെ കൂടെ നിന്നിട്ടുള്ള ഒരു റെസിഡൻസ് ഭാരവാഹികളാണ്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതെൻ്റെ അവസാനത്തെ ഈ റെസിഡൻസിയിൽ കൗൺസിലർ നിലയിൽ അവസാനത്തെ വർഷമാണ് ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാകട്ടെ, എല്ലാ കുട്ടികൾക്കും നല്ല ഭാവി ഉണ്ടാകട്ടെ എല്ലാ രീതിയിലും. അതായത് നമ്മുടെ എല്ലാവർക്കും ഹാപ്പി ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാഡം. ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ ബലവാൻ നഗർ റെസിഡൻസ് സന്തോഷിക്കേണ്ട ഒരു സാധനം, ഒരു അംഗീകാരം നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ വ്യക്തിയെ നമുക്ക് ഈ അവസരത്തിൽ അനുമോദിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിക്കൊണ്ട് കമ്മിറ്റി ശ്രീമാൻ
സുധീർ ബാബുവിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 2025 മുഖ്യമന്ത്രിയുടെ മികച്ച പോലീസ് ഉദ്യോഗസ്ഥനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ശ്രീമാൻ സുധീർ ബാബുവിനെ ബലവാൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ ആദരിക്കുന്നു. അദ്ദേഹത്തിനെ സെക്രട്ടറി പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ്. താഴെ ഇരിക്കുന്നവർ ഇതിനെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. നമ്മുടെ ബലവാൻ നഗർ റെസിഡൻസ് അസോസിയേഷനിൽ മെഡൽ മേടിച്ച ഒരാളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണിത്. പോരാ, കയ്യടിയുടെ ഉയരം കുറച്ചുകൂടെ പോരട്ടെ. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ്. ആ കുട്ടികൾ സ്റ്റേജിന്റെ വലതു സൈഡിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പേര് വിളിക്കുന്നവർ ക്യാഷ് പ്രൈസ് കൈപ്പറ്റണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മുഹമ്മദ് സഫാൻ BNRA 43, മുഹമ്മദ് ബിലാൽ BNRA 16, ഹിസാന ഫാത്തിമ S BNRA 41A, റഫീന MS BNRA 80, ഫൈസാൻ BNRA 45B. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ BNRAയിലെ ചുണക്കുട്ടികൾക്ക് അനുമോദനങ്ങൾ. മുഹമ്മദ് സഫ്വാൻ BNRA 43, മുഹമ്മദ് ബിലാൽ BNRA 16, ഹിസാന ഫാത്തിമ S BNRA 41A, റഫീന MS BNRA 80, ഫൈസാൻ BNRA 45B. മുഹമ്മദ് സഫാൻ BNRA 43, മുഹമ്മദ് ബിലാൽ BNRA 16, മുഹമ്മദ് ബിലാൽ BNRA 16, ഹിസാന ഫാത്തിമ S BNRA 41A, ഹിസാന ഫാത്തിമ S BNRA 41A. ഈ കുട്ടികളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റഫീന MS BNRA 80, ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ BNRAയിലെ ചുണക്കുട്ടി റഫീന MS BNRAയുടെ ആദരവ്. ഫൈസാൻ BNRA 45B, SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ BNRAയുടെ ചുണക്കുട്ടൻ ഫൈസാൻ. അടുത്തതായി +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ്. പേര് വിളിക്കുന്നവർ വേദിയിൽ കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇക്കഴിഞ്ഞ +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ BNRAയുടെ ചുണക്കുട്ടികളായ ആദർശ് AS, ഗംഗ MS, രാജ് കിരൺ. ആദർശ് AS BNRA 66B, ഗംഗ MS BNRA 71A, രാജ് കിരൺ BNRA 109. ഇക്കഴിഞ്ഞ +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ BNRAയിലെ 66Bയിലെ ആദർശ് AS, 71Aയിലെ ഗംഗ MS, 109ലെ രാജ് കിരൺ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദർശ് AS BNRA 66B, ആദർശ് AS BNRA 66B, ആദർശ് AS BNRA 66B ഇക്കഴിഞ്ഞ +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി. BNRAയുടെ അഭിനന്ദനങ്ങൾ. ഗംഗ MS BNRA 71B ഇക്കഴിഞ്ഞ +2 പരീക്ഷയിൽ കോമേഴ്സ് വിഭാഗത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഗംഗ MS-ന് അഭിനന്ദനങ്ങൾ. രാജ് കിരൺ BNRA 109 ഇക്കഴിഞ്ഞ +2 പരീക്ഷയിൽ
ഉന്നത വിജയം കരസ്ഥമാക്കിയ BNRAയുടെ ചുണക്കുട്ടൻ രാജ് കിരൺ, BNRA 109. മുഹമ്മദ് ബിലാലോ മുഹമ്മദ് ബിലാലിൻ്റെ പേരൻസോ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടനടി ഈ സർട്ടിഫിക്കറ്റ് വന്ന് ഏറ്റുവാങ്ങേണ്ടതാണ്. BNRA സംഘടിപ്പിച്ച പൂവേപ്പൊലി ഓണാഘോഷം 2025 അനുബന്ധിച്ചുള്ള ലക്കി ഡ്രാ ആരംഭിക്കുകയാണ്. നമ്മുടെ ശ്രീവരാം കൗൺസിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീവരാം വാർഡ് കൗൺസിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആദരിക്കുന്ന ചടങ്ങാണ്. ശ്രീവരാം വാർഡ് കൗൺസിലർ ഇവിടെ എത്തിയിട്ടുണ്ട്. ചുരുങ്ങിയ കാലയളവിൽ കൊണ്ട് നമ്മുടെ അസോസിയേഷനോടൊപ്പം ആത്മാർത്ഥമായി സഹകരിച്ച് എല്ലാവിധ സഹകരണം നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീ ഹരികുമാർ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെയും ബലവാൻ അസോസിയേഷൻ ഈ ഓണാഘോഷത്തോട് അനുബന്ധിച്ച് ആദരിക്കുന്നു. അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിന് വേണ്ടി സെക്രട്ടറി ഷിബിചന്ദ്ര സാറിനെ ക്ഷണിച്ചു കൊള്ളുന്നു. ശ്രീവരാഹം ചേർപ്പില്ല ഷീൽഡ് നൽകുന്നതിന് വേണ്ടി ട്രഷറെ ക്ഷണിച്ചു കൊള്ളുന്നു. രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഹരികുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട കുടുംബാംഗങ്ങളെ, കുറച്ച് ലേറ്റായിപ്പോയത് ശ്രീവരാം വാർഡിൻ്റെ ഓണാഘോഷ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാനുള്ള ആ വേദിയിലായിപ്പോയി. താമസിച്ചു വന്നതിന് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഒരു സമ്പൽ സമൃദ്ധിയുടെ ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. നന്ദി സാർ. നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടെത്തിയ കൗൺസിലർമാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ റെസിഡൻസ് ഉത്സവിച്ചിട്ട് ഇന്നേക്ക് 32 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. അതിനൊരു ചരിത്രം നമ്മൾക്ക് അറിവില്ലാത്ത ഒരു ചരിത്രമുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. സാമൂഹ്യ ബന്ധങ്ങളെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന ആധുനിക കാലത്തും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രകാശം പരത്തുന്ന കൂട്ടായ്മയാണ് ബലവാൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ. ജാതിമത രാഷ്ട്രീയ ഭേദം കൂടാതെ എല്ലാവരെയും നന്മയുടെയും പുരോഗതിയുടെയും പാതയിലേക്ക് നയിക്കുന്ന നമ്മുടെ അസോസിയേഷൻ വീണ്ടും ഓണത്തെ വരവേൽക്കുകയാണ്. ഈ കൂട്ടായ്മയ്ക്ക് അടിത്തറ പാവുകയും വളർച്ചയുടെ വഴിയിലൂടെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്ത പൂർവ്വസൂരികളെ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. അവർ സഹിച്ച കഷ്ടപ്പാടുകൾ, നേരിട്ട പ്രതിസന്ധികൾ, കീഴടക്കിയ വെല്ലുവിളികൾ എല്ലാം ഊർജമാക്കി നമുക്ക് മുന്നോട്ട് പോകാം. തിരുവനന്തപുരം നഗരത്തോട് ചേർന്നുള്ള ഈ പ്രദേശം ഒരു കാലത്ത് സമൃദ്ധമായ കാർഷിക ഭൂമിയായിരുന്നു. നൂറുമേനി വിളഞ്ഞ നെൽവയലുകളും ചെറുതോടും വാഴപ്പണകളും നിറഞ്ഞ ഹരിതഭൂമി. അന്ന് ഒരു മൺപാത മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനോടനുബന്ധിച്ച് ചിതറിക്കിടക്കുന്ന ഏതാനും വീടുകളും. മാറുന്ന കാലത്തിനനുസരിച്ച്
നാടിൻ്റെ ആവശ്യങ്ങൾക്കായി ഏതാനും ചില ചെറുപ്പക്കാർ ഒത്തുകൂടുകയും അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മുന്നിട്ടിറങ്ങുകയും ചെയ്തു. അന്ന് KSRTCയിൽ സിവിൽ എഞ്ചിനീയറായിരുന്ന ശ്രീ ബലവാൻ നേതൃപരമായ പങ്കുവഹിച്ചു. 45-ാം വയസ്സിൽ ഒരു വാഹനാപകടത്തിൽ വിട്ടുപിരിഞ്ഞ ശ്രീ ബലവാനാണ് വാസ്തവത്തിൽ നമ്മളുടെ പ്രദേശത്തിൻ്റെ മാറ്റത്തിന് തുടക്കമിട്ടത്. 1980 കാലഘട്ടങ്ങളിൽ അതിനു മുമ്പും ഈ ഡ്രെയിനേജ് റോഡിൻ്റെ തെക്ക് ഭാഗത്ത് പോകണമെങ്കിൽ ഒരു വയൽ വരമ്പ്, ഒരടി പോലും തികച്ചില്ലാത്ത ഒരു വയൽ വരമ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരാൾ എതിരെ വന്നാൽ മറ്റൊരാൾ വയലിൽ ഇറങ്ങി നിന്നാൽ മാത്രമേ കടന്നു പോകാൻ ഒക്കൂ എന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നത്തെ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ശംഭുദേവൻ തുടങ്ങിയവർ ഇതിനെതിരെ സമരം ചെയ്യുകയും ഈ വസ്തുവിൻ്റെ ഉടമസ്ഥൻ IG ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഈ വിവരങ്ങളെല്ലാം എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ബലവാൻ സാറിനെ അറിയിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ഈ IG ഓഫീസിലെ ഉദ്യോഗസ്ഥനെ കാണുകയും അദ്ദേഹത്തോട് ഈ വഴിക്ക് വേണ്ടി 10 സെൻറ്റ് സ്ഥലം വിലയ്ക്ക് തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം അത് പാടെ നിഷേധിക്കുകയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഗണേശപിള്ള എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബലവാൻ സാറും കൂടെ ആലോചിച്ചുകൊണ്ട് ഈ വസ്തു വാങ്ങിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വന്നപ്പോൾ ഈ വസ്തു വാങ്ങിക്കുന്നതിന് ഗണേശപിള്ളയുടെ കയ്യിൽ വസ്തുവിൻ്റെ വില മുഴുവൻ നേരത്തെ കൈമാറണം എന്ന് ആവശ്യം വന്നു. എന്നാൽ ആ വലിയ തുക വസ്തു കിട്ടുന്നതിന് മുമ്പേ, എഴുതി വാങ്ങിക്കുന്നതിന് മുമ്പേ കൈമാറുന്നതിൽ ചില വൈമനസ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ബലവാൻ സാറിൻ്റെ ശക്തമായ നിർദ്ദേശത്താൽ ഞങ്ങൾ 6-7 പേർ ചേർന്ന് ഈ വസ്തുവിനുള്ള പണം ഗണേശപിള്ളയ്ക്ക് നേരത്തെ അഡ്വാൻസ് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ മകനായ ഭുവനേന്ദ്രൻ്റെ പേരിൽ വാങ്ങുകയും അതിനുശേഷം അത് ഈ 6 പേർ ചേർന്ന് ഭുവനേന്ദ്രനിൽ നിന്നും എഴുതി വാങ്ങുകയും ചെയ്തു. അങ്ങനെ ആണ് ഇതിൻ്റെ സ്ഥലം, ഈ ഇരിപ്പു നിലം, ഇന്ന് കാണുന്ന സൺഡേ മാർക്കറ്റൊക്കെ നടത്തുന്ന സ്ഥലം ഇങ്ങനെ ഈ നിലയിൽ എത്തിയത്. അതിനുശേഷം കോർപ്പറേഷനെ സമീപിച്ച് ഇത് നികത്തിയെടുക്കാനായിട്ടുള്ള ശ്രമം നടന്നെങ്കിലും അത് പരാജയപ്പെട്ടു. അത് ആയതിനാൽ ബലവാൻ സാർ പറഞ്ഞു, നിങ്ങൾ തന്നെ ഈ വസ്തു നികത്തി കോർപ്പറേഷന് കൈമാറണം. അങ്ങനെ ഈ വാങ്ങിച്ച വസ്തുവിൽ നിന്നും ഒരു ഭാഗം ഈ റോഡിന് വേണ്ടി വിട്ടുകൊണ്ട് അത് മുഴുവൻ ഞങ്ങളുടെ ചിലവിൽ നികത്തുകയും അതിനുശേഷം കോർപ്പറേഷൻ അതിനെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ബലവാൻ നഗർ ഇവിടെ ഉത്ഭവിച്ചത്. ഏറെ മുന്നോട്ട് പോയ ബലവാന്റെ നാമവും നൽകി. അവിടെ നിന്ന് ആരംഭിച്ച പ്രയാണമാണ് ബലവാൻ നഗർ റെസിഡൻസ് അസോസിയേഷനെ തിരുവനന്തപുരം നഗരത്തിലെ തന്നെ പ്രധാന റെസിഡൻസ് അസോസിയേഷനുകളിലൊന്നാക്കി വളർത്തിയത്. ഇതിന് പിന്നിൽ ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞു പോയവരുമായ ഒട്ടേറെ പേരുടെ നിസ്വാർത്ഥ പ്രവർത്തനങ്ങളാണ് കരുത്തായത്. ഞങ്ങളുടെ സൗഹൃദ സംഭാഷണങ്ങളിലെല്ലാം ബലവാൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ രൂപീകരണത്തെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എല്ലാം ഞങ്ങൾ ദീർഘമായിട്ട് ഞങ്ങൾ ചിന്തിച്ചിരുന്നു. അങ്ങനെ സ്ഥലത്തെ പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് ഞങ്ങൾ ഈ ആശയം പങ്കുവയ്ക്കുകയും അങ്ങനെ 1993 മാർച്ച് മാസം 10-ാം തീയതി എൻ്റെ വീട്ടിൽ വെച്ച് പ്രദേശവാസികളുടെ ഒരു മീറ്റിംഗ് കൂടുകയുണ്ടായി. ഈ മീറ്റിംഗിൽ വെച്ചാണ് ബലവാൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ രൂപീകരണം നടക്കുന്നത്. ഇന്നിപ്പോൾ 150-ലേറെ താമസക്കാരുണ്ട് ബലവാൻ നഗർ റെസിഡൻസ് അസോസിയേഷനിൽ. 2 വീതം പോസ്റ്റ് ഓഫീസ്, KSEB സെക്ഷൻ ഓഫീസ്, പോലീസ് സ്റ്റേഷൻ എന്നിവ അസോസിയേഷൻ പരിധിയിൽ ഉൾപ്പെടുന്നു. 2 വീതം നിയമസഭാംഗങ്ങളും നഗരസഭാംഗങ്ങളും നമ്മുടെ അസോസിയേഷൻ പരിധിയിൽ വരുന്നവരാണ്. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എങ്കിലും സംഘടന നല്ല രീതിയിൽ പ്രവർത്തിച്ച് പോരുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ സംഘടന വളർന്ന് തദ്ദേശവാസികൾക്ക് സഹായകരമായി തീരുകയും ചെയ്യുന്നതിൽ
അതിയായി സന്തോഷിക്കുന്നു. ആറ്റുകാൽ പൊങ്കാലക്കാലത്തും വാർഷിക പൊതുയോഗ സമയത്തും മാത്രം ഒതുങ്ങി നിന്ന കൂട്ടായ്മ 2019 ചേർന്ന പൊതുയോഗത്തിലാണ് കാതലായ മാറ്റം വരുത്തിയത്. ആദ്യമായി വനിതകൾ നേതൃസ്ഥാനത്ത് വരാൻ തുടങ്ങിയത് ഈ യോഗത്തോടെയാണ്. ആദ്യമായിട്ടൊരു വനിതാ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആവാനുള്ള ഭാഗ്യവും ദൈവാനുഗ്രഹവും ഒക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ സ്ഥാനത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എൻ്റെ കൂടെ നിന്ന് സഹപ്രവർത്തകരായിട്ട് നിന്നവർ ശക്തമായ പ്രവർത്തനം കൂടെ നിന്ന് കാഴ്ചവെച്ചതുകൊണ്ട് ആ സമയങ്ങളിൽ നല്ല രീതിയിൽ എനിക്കും പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനേക്കാളും മേന്മയുള്ളതും വെച്ചടി കയറ്റവും റെസിഡൻസ് അസോസിയേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. വളരെയധികം സന്തോഷം. ഇന്ന് ഓണാഘോഷം, ക്രിസ്മസ് പുതുവത്സര ആഘോഷം, ഇഫ്താർ സംഗമം തുടങ്ങിയവയും സംഘടിപ്പിക്കുന്നു. കോവിഡ്, പ്രളയം തുടങ്ങിയ ദുരന്തഘട്ടങ്ങളിലും നമ്മൾ ഒന്നിച്ചു നിന്നു. ഭക്ഷ്യക്കിറ്റുകളും മരുന്നുകളും അസോസിയേഷൻ അംഗങ്ങളുടെ വീടുകളിൽ മുടക്കം കൂടാതെ എത്തിച്ചു. കൂടാതെ പ്രളയം വന്നപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഭക്ഷണവും വസ്ത്രങ്ങളും എത്തിച്ചു നൽകി. അങ്ങനെ എല്ലാവർക്കും മാതൃകയായി ബലവാൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രയാണം തുടരുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടെ നന്മയുടെ പ്രകാശം ചൊരിയുകയാണ്. ബലവാൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ നമ്മുടെ നഗരത്തിലെ അറിയപ്പെടുന്ന റെസിഡൻസ് അസോസിയേഷനുകളിൽ ഒന്ന്. പ്രവർത്തന മികവ് കൊണ്ടും ജനകീയ കഴിഞ്ഞ കാലയളവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ കുടുംബാംഗങ്ങൾക്കുള്ള, വ്യക്തികൾക്കുള്ള അനുശോചനം രേഖപ്പെടുത്തുന്ന വീഡിയോ ആണ്. അതിനുവേണ്ടി എല്ലാ പേരും 1 മിനിറ്റ് എണീറ്റ് നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. വനിതകളെ ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി എല്ലാവരും ഒരു കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. നമ്മളെ കുടുംബാംഗങ്ങളാണ് കളിക്കുന്നതോടെ.